ഇന്ത്യയിലെ ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് മോദി കെയർ എന്ന കമ്പനി കഴിഞ്ഞ 30/3/2026 30 വർഷം തികഞ്ഞേക്കാണ്. വിശ്വസ്തയുടെ ഒരു പര്യായമായിട്ട് മോദി കെയർ മാറിക്കഴിഞ്ഞു. ഈ 30 വർഷം കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിച്ച രീതി ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. ഞാൻ ബേസിക്കലി ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റില് ഒരു സീനിയർ സൂപ്പർ ലെവലിൽ ഗസറ്റ് ഓഫീസർ റാങ്കിൽ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത ശേഷം എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസ് ഒരു 6 വർഷം കാണുന്നത്. അന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ കരിയറായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റിയാന്ന് മനസ്സിലായി. കാര്യം വിശ്വസനീയമായിട്ടുള്ള കമ്പനിയാണെന്ന് മനസ്സിലായി. ഏറ്റവും വലിയ കാര്യം ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന ആ ഒരു വാക്കാണ്. വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന് നമുക്ക് ക്വാളിറ്റി, ഇന്റർനാഷണൽ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന ഒരു കമ്പനി. അത് നമ്മൾ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഈ കമ്പനിക്കകത്തുണ്ട്. നമ്മുടെ ചെലവിനെ വരവാക്കി മാറ്റാൻ പറ്റിയ ഒരു വലിയ കൺസെപ്റ്റ് ഇതിനകത്തുണ്ട്. ഇപ്പൊ വേറെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം പറയുകയാണെങ്കിൽ, ഇത് ആ കമ്പനിയുടെ MD മിസ്റ്റർ സമീർ കുമാർ മോദിയുടെ ലക്ഷ്യമാണ് നമ്മൾ അതിശയിപ്പിക്കുന്നത്. ആസാദി ഫോർ എവറി ഇന്ത്യൻ, ആസാദി ഫോർ എവറി ഇന്ത്യൻ, ഓരോ ഇന്ത്യക്കാർക്കും ആസാദി കൊടുക്കുക. ഇപ്പൊ ഗർഗർ ആസാദി എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത, ഇത് മാർക്കറ്റില് കിട്ടുന്ന എല്ലാ സ്റ്റെപ്പ് ടുവേർഡ്സ് മേക്കിംഗ് എവറി ഭാരതവാസി ആസാദി, എല്ലാവർക്കും ആസാദി കിട്ടുന്ന ഒരു പ്ലാൻ അതിനകത്തുള്ളത്. ഇപ്പൊ നമ്മൾ വീട്ടില് ആൾക്കാരൊക്കെ സാധനം ഉപയോഗിക്കുന്നുണ്ട് കണ്ടോ. ദ ബിഗ് ഓപ്പർച്യൂണിറ്റി എന്നാല് ക്രോർസ് ഓഫ് ഹൗസ് ഹോൾഡ്സ്, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ എല്ലാ വീട്ടുകാരും ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെലവ് മുഴുവൻ നമുക്ക് വാട്ട് ഈസ് സ്പെൻഡിങ് കുഡ് ബിക്കം ഏർണിങ്സ്, അവർക്ക് അത് ഏർണിങ്സ് ആയിട്ട് മാറി എങ്ങനെ ഉണ്ടാവും. അവരുടെ ചെലവ് അവർക്ക് വരവായി കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ഈ സന്ദേശം നിങ്ങൾ എല്ലാവരും ശരിക്കും ശ്രദ്ധാപൂർവ്വം കേൾക്കണം. വാട്ട് ഇഫ് ദി സ്പെൻഡിങ് കുഡ് ബിക്കം ഏർണിംഗ്, ദ ഓപ്പർച്യൂണിറ്റി ഈസ് ഓൾറെഡി ഇൻസൈഡ് എവറി ഹോം. നമ്മുടെ നാട്ടിലുള്ള എല്ലാ വീട്ടിലും ഇത് ബാധകമാണ്. എല്ലാ വീട്ടിലും ഈ സാധനം, അവർക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ ഇതിലൂടെ ലഭിച്ചെങ്ങനെയുണ്ടാവും. ഇവിടെയാണ് ഇതിന്റെ പ്രസക്തി ഇരിക്കുന്നത്. ഫ്രം കൺസംഷൻ ടു ഏർണിംഗ്, ഫ്രം കൺസംഷൻ മന്ത്ലി ഹൗസ് ഹോൾഡ് സ്പെൻസ്, നമുക്ക് ഒരു മാസം ചെലവാക്കുന്ന ഒരു നിശ്ചിത തുക ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. ചെലവ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മുടെ മന്ത്ലി ഏർണിങ്സ് ആയിട്ട് മാറിയുണ്ടാവും. മന്ത്ലി ഹൗസ് ഹോൾഡ് സ്പെൻഡ് ബിക്കംസ് ഏർണിംഗ് ബേസ്. നെറ്റ്വർക്ക് മൾട്ടിപ്പിൾസ് യുവർ ഇമ്പാക്ട്. അതിലൂടെ നമുക്കൊരു വലിയൊരു ടീം ഉണ്ടാക്കാൻ സാധിക്കുക. നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും ഇപ്പൊ 24ഓളം പേര് നമ്മൾ ഇരിക്കുന്നുണ്ട്. 24 പേർക്കും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ഒരു 100 പേരെ അവരുടെ വീട്ടിലേക്ക് ആവശ്യ സാധനങ്ങൾ കൊടുക്കാൻ പറ്റിയ ഒരു ദാതാവായിട്ട് നിങ്ങൾ മാറി അങ്ങനെ ഉണ്ടാവും. അവർക്ക് എന്ത് സാധനം ചോദിച്ചാൽ കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് മാറി അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യം അതിനകത്തില്ല. അതേ രസം. നിങ്ങൾക്ക് ഹോം സ്റ്റോക്കായിട്ട് ചെയ്യാൻ കമ്പനി അനുഭവം തരുന്നുണ്ട്. ഒരു 20,000 സാധനം വാങ്ങിച്ചുകൊണ്ട് ചെയ്യാം. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് നേരെ വാങ്ങിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ കാണിച്ചു കൊടുത്തു, നേരെ ഓർഡർ ചെയ്ത് വാങ്ങിക്കാനുള്ള ആപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് പൈസ മുടക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഒരു 70,000 മുടക്കി ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് നിങ്ങൾ ടൗണിൽ ഒരു കട എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഈ കട എടുക്കാതെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഹോം DP സ്റ്റാർട്ട് ചെയ്യാം. എത്ര ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി നോക്കി. ഇതിന് അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് മൈ മോദി കെയർ ഓൺലൈൻ ഷോപ്പാണ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇത് വാങ്ങിക്കാൻ അവരെ പ്രേരിപ്പിക്കാം. 2000 സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഫ്രീ ഡെലിവറി അവർക്ക് അവിടെ ലഭിക്കും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും. ഞാൻ അത്ര വലിയ വിഗ്രഹസായിട്ട് വർക്ക് ചെയ്യാൻ ആരംഭിച്ചിട്ടില്ല. ഇപ്പൊ 10 സ്റ്റേറ്റിലെ ബിസിനസ് എത്തിക്കഴിഞ്ഞു. ഓൾ ഓവർ ഇന്ത്യ എത്താൻ അധികം സമയം വേണ്ട പറഞ്ഞു. ഇപ്പോഴാണ് ഈ ഏപ്രിൽ മാസം തൊട്ട് കമ്പനി വലിയൊരു ആസാദി റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ തുണിയും സ്റ്റീൽ പാത്രങ്ങളും പച്ചക്കറി ഒഴിച്ച് ബാക്കി എല്ലാം മോദി കെയർ ലഭിക്കും. വാട്ട് എ ബ്രില്യന്റ് ഐഡിയ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കാം. നൗ പ്രസന്റിംഗ് 11% ആക്ടിവേഷൻ ബോണസ് പൂൾ. ആ വാങ്ങി ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികൾക്കും എല്ലാവർക്കും വരുമാനം കിട്ടുന്നുണ്ടാവും. വാങ്ങി ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വരുമാനം കിട്ടുക. വൺ പൂൾ, എ സിംഗിൾ യൂണിഫൈഡ് ഏർണിംഗ് സിസ്റ്റം കൊണ്ടുവരികയാണ്. അവർക്ക് ഷെയർ ചെയ്യാൻ പോവാം. ഇന്ത്യയിലെ 147 കോടി ജനങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു ഐഡി എടുത്ത് ഒരു ഷെയർ ഹോൾഡറായിട്ട് മാറാൻ പറ്റുന്ന അവസ്ഥ.
ബാക്കി പ്രിഫേർഡ് കസ്റ്റമറും അഡ്വൈസറും അങ്ങനെ എടുക്കണ്ടാവും. അവർക്ക് വേണമെങ്കിൽ ഏത് വാങ്ങിച്ച് ഇതിന്റെ ഷെയർ ഹോൾഡർ ആണെങ്കിൽ അവർ അഡ്വൈസർ ആവണം. അവർക്ക് പ്രൊഡക്റ്റ് മാത്രം മതിയെങ്കിൽ അവർക്ക് എന്താവാം, പ്രിഫേർഡ് കസ്റ്റമർ നിൽക്കാം. പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒരിക്കലും പിടിച്ച് അവരെ അഡ്വൈസർ ആക്കേണ്ട ആവശ്യവും ഇതിനകത്തില്ല. അവർക്ക് പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കുന്നവർ പ്രത്യേകത അവർ പ്രിഫേർഡ് കസ്റ്റമർ എന്ന രീതി അറിയപ്പെടും. അവർക്ക് 6 മാസം കഴിഞ്ഞാൽ 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കും. 12 മാസം കഴിഞ്ഞാൽ അവർക്ക് 3 മാസം പ്രൊഡക്റ്റ് മൊത്തം ഫ്രീ ലഭിക്കും. ആ ഫ്രീ ലഭിക്കുന്ന പ്രൊഡക്റ്റ് മാക്സിമം 30,000 വരെ ഒരു വർഷം ലഭിക്കാം. അതാണ് പ്രിഫേർഡ് കസ്റ്റമർ മാത്രം. അഡ്വൈസർ ആയി കഴിഞ്ഞാൽ അവർക്ക് ആ കിട്ടുന്നതിന്റെ ഏണിങ്സിൽ ഉണ്ടാവും. അങ്ങനെ 2 കിലോ ചെയ്യാം. പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കുന്നവർക്ക് ഉപയോഗിക്കാം. അതിനെല്ലാത്തിനും ഗ്യാരണ്ടി ഉണ്ട്. 100% ഗ്യാരണ്ടി ലഭിക്കുന്നുണ്ടാവും. 1 റൂൾ, സ്റ്റേ ആക്റ്റീവ്, സിമ്പിൾ ആൻഡ് ക്ലിയർ ക്വാളിഫിക്കേഷൻ. വേറെ ഒന്നും എത്തില്ല. മന്ത്ലി ഏണിംഗ് ഓപ്പർച്യൂണിറ്റി. എല്ലാ മാസവും നിങ്ങൾക്ക് വരുമാനം, ജീവിതത്തിന്റെ വരുമാന മാർഗമായിട്ട് ഇതിനെ മാറ്റാം. വെൻ കമ്പനി ഗ്രോസ് എവരിവൺ ഗ്രോസ്. കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഗ്രോ ചെയ്യാൻ പറ്റും. അതാണ് ഓപ്പർച്യൂണിറ്റി. സിമ്പിൾ സിസ്റ്റം, സ്ട്രോങ് ഏണിംഗ് പൊട്ടൻഷ്യൽ. നിത്യോപയോഗ സാധനങ്ങളാണ്, വേറെ ഒന്നും അവർക്ക് തലവേദന ഉണ്ടാവില്ല. അത് ഉപയോഗിക്കാം. വേണമെങ്കിൽ തിരിച്ചു കൊടുത്താൽ 100% പൈസ 30 ദിവസം തിരിച്ചു കൊടുത്താൽ 100% പൈസ തിരിച്ചു കൊടുക്കും. ആ ഗ്യാരണ്ടി ഉണ്ട്. വേറൊരു കമ്പനിക്ക് കൊടുക്കാൻ പറ്റില്ല. അതാണ് വ്യത്യാസം. ദെൻ ഡിസൈൻ ടു സ്ട്രെങ്തൻ ഫീൽഡ് ഗ്രോത്ത്. ആ ഫീൽഡ് ഗ്രോത്ത് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും. നിങ്ങൾക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റ് കൂടാതെ തന്നെ ഒരു വലിയൊരു ഓൺട്രപ്രണർ ആകാൻ കിട്ടിയ അവസരം. ഞാൻ എംപ്ലോയി ആണ്, അവിടെ റിട്ടയർ ആയ വ്യക്തിയാണ്. എനിക്കൊരു ഓൺട്രപ്രണർ ആകാൻ കിട്ടിയ ഒരു ചാൻസ് ആണ് ആദ്യം കണ്ടുള്ളൂ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, 1000-കണക്കിന് 10,000-കണക്കിന് ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഒരാൾ വിചാരിച്ചാൽ. അത്ര വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. വാട്ട് ഹാസ് ചേഞ്ച്ഡ്? എന്താ മാറ്റം വന്നത്? മുമ്പുണ്ടായ നിങ്ങൾക്ക് പ്ലാൻ നിങ്ങൾക്ക് അറിയാം. ആ പവർ ഓഫ് 4 അല്ലെ പ്രോഗ്രഷൻ ബോണസ് എന്ന പദവി നിങ്ങൾക്ക് അറിയായിരുന്നു. ആ പവർ ഓഫ് 4-നകത്ത് ഉണ്ടായിരുന്ന ആ 5% പ്രോഗ്രഷൻ ബോണസിനായിരുന്ന 6% ഇനി തൊട്ടില്ല. അത് മുഴുവൻ ഒറ്റയടിക്ക് യുണീക്കായിട്ട് 15% ആക്ടിവേഷൻ ബോണസായിട്ട് മാറ്റുകയാണ്. അത് മുഴുവൻ ഷെയർ ആക്കി മാറ്റുകയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് ഫസ്റ്റ് പർച്ചേസ് ഓഫർ എടുത്ത്, ആർക്ക് വേണമെങ്കിലും അതിനകത്ത് ലോയൽറ്റി എടുത്ത് മുമ്പോട്ട് പോവാം. ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ അവർക്ക് എന്ത് കിട്ടുമെന്ന് കാണിച്ചു തരാൻ പോയത്. ഏർലിയർ എഫർട്ട് വാസ് ഡിവൈഡഡ്. മുമ്പ് നമ്മുടെ പ്രയത്നം ഒരുപാട് ഡിവൈഡ് ചെയ്ത് പോയിരുന്നു. നോട്ട് ഓൾ ആക്ടിവിറ്റി ആരുടെ എവരിവെയർ. എല്ലാ ആക്ടിവിറ്റീസും എല്ലായിടത്തും ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പഴയ ഇതിനകത്ത്. ഇപ്പൊ അങ്ങനെയല്ല, എവരി ആക്ടിവിറ്റി കോൺട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ എവരി ആക്റ്റീവ് പേഴ്സൺ ആഡ് വാല്യൂ. അവർക്ക് വർക്ക് ചെയ്യുന്ന ആൾക്ക് നല്ല ഇൻകം ഏൺ ചെയ്യാൻ പറ്റിയ പൊട്ടൻഷ്യൽ വരുന്നത്. യുവർ എഫർട്ട് വർക്ക്സ് അക്രോസ് എൻറ്റയർ സിസ്റ്റം. Whom is this upgrading for? 11% ആക്ടിവേഷൻ ബോണസ് കൂടി. ഇത് ആർക്കാണ് ഇത് ലഭിക്കുന്നത്? ആപ്ലിക്കബിൾ ഫോർ അഡ്വൈസേഴ്സ് ബിലോ ഡയറക്ടർ ലെവൽ. ഡയറക്ടറിന് താഴെ നിൽക്കുന്ന, ഡയറക്ടറായി ഇത് ലഭിക്കില്ല. ഡയറക്ടർ താഴെ നിൽക്കുന്ന പുതുതായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു ഗോൾഡ് മൈനാണ്, സ്വർണ്ണഖനിയാണ്. ഡിസൈൻ ടു ബിൽഡ് എ സ്ട്രോങ് ആൻഡ് ആക്റ്റീവ്. ഡയറക്ടർ ലെവലിലോട്ട് മേളിലേക്ക് യാതൊരു മാറ്റമില്ല, അങ്ങനെ തുടരും. ആ ഡയറക്ടർ വരെ എത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് തുടക്കക്കാർക്ക് ഈ 15% ആക്ടിവേഷൻ ബോണസ് എല്ലാവരും ഒരു ഷെയർ ഹോൾഡറായിട്ട് മാറുകയാണ്. എല്ലാവർക്കും എല്ലാ മാസം അവർ ഉദ്ദേശിക്കുന്ന ഷെയർ വാങ്ങിച്ചെടുക്കാം. വെൻ യു ബിക്കം ഡയറക്ടർ, ക്വാളിഫൈ വിത്ത് 1,100 ഗ്രൂപ്പ് EV, മൂവ് ഇൻ ടു ലീഡർഷിപ്പ് ബെനിഫിറ്റ് സ്ട്രക്ചർ. അപ്പൊ പിന്നെ സാധാരണ ഇപ്പൊ നിലവിലുള്ള ലീഡർഷിപ്പ് സ്ട്രക്ചറിലേക്ക് പോകും. പ്രോഗ്രഷൻ ബോണസ് സ്ട്രക്ചർ ഈസ് ആപ്ലിക്കബിൾ അപ് ടു അഡ്വൈസർ ലെവൽ. വൺസ് യു മൂവ് ടു ഡയറക്ടർ, ദി അബോവ് ലീഡർഷിപ്പ് ബോണസ് അപ്ലൈ. കണ്ടാ, ഈ കാര്യങ്ങള് ഗ്രൂപ്പിലെ ഡയറക്ടർ വരെയുള്ളവർക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. ഹൗ യു ഏൺ, എങ്ങനെ ഏൺ ചെയ്ത് നോക്കി? ഒന്ന് നമ്മുടെ ആക്ടിവിറ്റീസ് ആണ്. ദെൻ ഷെയർസ്. എത്ര സ്ഥലത്ത് എങ്ങനെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നു? സോഷ്യൽ മീഡിയ വഴിക്കോ അല്ലാതോ ഗ്രൂപ്പ് വഴിക്കോ എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നു? ഇതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ദെൻ ഇൻകം. ആ ഇൻകം ഏൺ ചെയ്യുക. ഇതാണ് പ്രോസസ്സ്. മോർ ആക്ടിവിറ്റി, ഹയർ ഷെയർ പാർട്ടിസിപ്പേഷൻ. നിങ്ങൾ കൂടുതൽ പേര് ആൾക്കാരെ കാണുന്നുള്ള രീതിയിൽ നിങ്ങൾ പല മാസീവായിട്ടുള്ള ട്രെയിനിങ് നടത്താൻ തീരുമാനിച്ചാല് നിങ്ങൾക്ക് ഹയർ ഷെയർ പാർട്ടിസിപ്പേഷൻ എടുക്കാൻ പറ്റും. കൂടുതൽ ആൾക്കാർ ബിസിനസ് കൊണ്ടുവരാൻ പറ്റും. കൂടുതൽ പേര് ബിസിനസ്സിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ഉണ്ടാവും. കൂടുതൽ ഇൻകം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഹയർ പാർട്ടിസിപ്പേഷൻ, സ്ട്രോങ്ങർ ഏണിംഗ് പൊട്ടൻഷ്യൽ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡിപ്പെൻഡ്സ് ഓൺ യുവർ ആക്ടിവിറ്റി, യുവർ ടീം, ടോട്ടൽ കമ്പനി ബിസിനസ് ഉണ്ടാവും. നിങ്ങൾ കമ്പനിയുടെ ബിസിനസ് ചെയ്യണത്. നിങ്ങൾ എത്ര വോളിയം കൊടുത്തോ കമ്പനി വരുമാനം തരും. അതിന് യാതൊരു ലിമിറ്റും ഇല്ല. അപ്പൊ അൺലിമിറ്റഡ് ഇൻകം പൊട്ടൻഷ്യലിനകത്ത്
ഈ ഷെയർ വാല്യൂ ആൾക്കാർ ചോദിക്കേണ്ടത് ഷെയർ വാല്യൂ എത്രയെന്ന്. ഒരു മാസം എത്ര വോളി ഉണ്ടോ ആ വോളിയത്തിന്റെ 15% ഈ ഷെയറിന് മാറ്റി വെക്കും. എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എത്ര ടേൺ കൂടിയാലും അതിന്റെ ബെനിഫിറ്റ് എല്ലാവരും ആ വർക്ക് ചെയ്ത എല്ലാവരും അതിന്റെ ഷെയർ ഹോൾഡറായിട്ട് മാറുകയാണ് എവരി മന്ത്. 20 പോയിന്റ് വാല്യൂ ആണ്, അത്രയും ഏറ്റവും സ്മോൾ ലെവലിലാണ്. 20 പി ചെയ്ത് അവർ ബ്രോൺസ് അവർ സ്റ്റാർട്ടപ്പ് ലെവലിൽ നിൽക്കുകയാണ്. 50 പി ചെയ്ത് അവർക്ക് 20 പേർക്ക് ഒരു ഷെയർ, 50 പേർക്ക് 2 ഷെയർ. അത് കൺസിസ്റ്റന്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി വരും. 100 പി വി ഒരു 6000 ബിസിനസ് എന്നാൽ അവർക്ക് എന്താ പറയാ ഗ്രോ ഫാസ്റ്റർ, ഒരു ഗോൾഡ് ലെവലിൽ അറിയപ്പെടുക. 50 വീതം അവര് സിൽവർ അറിയപ്പെടും. 50 വീതം 2500 3000 രൂപ ബിസിനസ് ആണ്. 20 വീതം അതിലും താഴെ അല്ലെ, ഒരു 1000 രൂപയുടെ ബിസിനസ് ആണ് 20 വരുന്നത്. ഇത് നോക്കുക. അപ്പൊ ഒരു ഗുഡ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് 20 വീതം ആൾക്കാർക്കും വരുമാനം കൊടുക്കുക. അയക്കും ഒരു ഷെയർ ഉണ്ട് കണ്ടോ. 50 വീതം 2 ഷെയർ, 100 വീതം 3 ഷെയർ. ബേസിക് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഹയർ ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ഹയർ പാർട്ടിസിപ്പേഷൻ. നിങ്ങൾക്ക് കൂടുതൽ ആക്ടിവിറ്റി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടുതൽ ലിങ്ക് ലഭിക്കും. ദ കോർ ഫോർമുല 3S ഫോർമുല, അതായത് അത് നിങ്ങൾ ഉപയോഗിക്കണം. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കണം, നിങ്ങൾ ഉപയോഗിച്ച് തന്നെ ആവണം. ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. 100% ഗ്യാരണ്ടിയുള്ള ഉൽപ്പന്നം ആലോചിക്കണം. ദെൻ ഷെയർ. എങ്കിൽ നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം. ദെൻ സ്പോൺസർ. കൂടുതൽ ആൾക്കാർ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. മൾട്ടിപ്പിൾ ലെഗ്സ് നിങ്ങൾ വേണം. എത്ര കൂടുതൽ ആൾക്കാർ നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നു അത്രയും ലിങ്ക് ഉണ്ടാക്കും. സ്റ്റാർട്ട് വിത്ത് 2 വെയ്റ്റിൽ ആരംഭിക്കുക. കണ്ടോ, 2 വെയ്റ്റിൽ ആരംഭിക്കാൻ. കീപ് ദം ആക്റ്റീവ്. അവർ ആക്റ്റീവാക്കി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അവർ പറഞ്ഞു കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ്. ആ ടീം അതേ കാര്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ 4 പേരാണെങ്കിൽ ഏറ്റവും ബെറ്റർ. 4 പേര് നിങ്ങൾക്ക് കൂടുതൽ ഷെയർ ലഭിക്കും. ഹെൽപ് ദം ബിൽഡ്. അവർ ബിൽഡ് ചെയ്യാൻ സഹായിക്കാം. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് മുഴുവൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഇനി നോക്കുക, ഹൗ യു ഇൻക്രീസ് യുവർ ഷെയർസ്. ഷെയർ ഇൻക്രീസസ് ബേസ്ഡ് ഓൺ യുവർ ആക്ടിവിറ്റി ആൻഡ് ആക്റ്റീവ് ഫ്രണ്ട് ലൈൻസ്. നിങ്ങളുടെ ഫ്രണ്ട് ലൈനിലുള്ള ആ 4-5 പേര് 6 പേരെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ്, 4 പേര് മതിയെങ്കിലും 4, 5, 6, 8 എത്ര ആയിക്കോട്ടെ, അവരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെ മാത്രം വെക്കാൻ പാടുള്ളൂ. വേറെ ഒന്നുമല്ല, അവരാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവരിലൂടെയാണ് ഈ ബാക്കി മുഴുവൻ ടീം വരേണ്ടത്. സെൽഫ് നിങ്ങൾ 20 ചെയ്ത ഒരു ഷെയർ ആണ് ഉണ്ടാവും. അപ്പൊ ബ്രോൺസ്, അതിന് പറയുന്നത് ബ്രോൺസ് എന്ന് പറയുന്നത് ഒരു ഷെയർ. നിങ്ങൾ അവര് 2 പേരെ 20 പേര് കൊണ്ടുവന്നാൽ അവർക്ക് 2 ഷെയർ ലഭിക്കും. അവർ 3 പേര് 20 കൊണ്ടുവന്നാൽ അവർക്ക് 3 ഷെയർ ലഭിക്കും. അവർ 4 പേര് 20 കൊണ്ടുവന്നാൽ അവർക്ക് 4 ഷെയർ ലഭിക്കും. അത് മനസ്സിലായോ അല്ലേ? നബിയ സാർ, ഞാൻ നേരെ കണ്ട ആൾക്കാരെ മാത്രം വിളിക്കാം. ക്ലിയർ അല്ലേ? ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ആ, ഈ 2050 എന്നൊക്കെ പറഞ്ഞ പി സിക്ക് ഒക്കെ ഉണ്ടാവുമോ? എല്ലാവർക്കും ബാധകം. പി സിക്ക് വരുമാനം ഇല്ലല്ലോ. പി സിക്ക് വരുമാനം ഇല്ല. ഇത് ഓൺലി ഫോർ അഡ്വൈസേഴ്സ്. പി സി എന്നും പി സി ആയിട്ട് തുടരും. പി സി പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വന്ന വ്യക്തിയാണ്. ഇതിന് വരുമാനത്തിന്റെ താല്പര്യമില്ല. അപ്പം അതിന് പ്രൊഡക്റ്റ് വാങ്ങിച്ച് പോവാം. ക്ലിയർ അല്ലേ? ആ പി സി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റും ആ സപ്പോർട്ട് നമുക്ക് ഇനിയും അതേ രീതിയിൽ പോകണം. അതിന് മാറ്റം വരുത്തരുത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ ഈ പ്ലാൻ വരുമ്പോ ഇതിനകത്ത് പുതിയ പ്രൊഡക്റ്റ് ആസാരിഞ്ഞ പ്രൊഡക്റ്റ് വരുമ്പോഴത്തേക്ക് ഇതിന് വലിയ പ്രസക്തി വരികയാണ്. ഇത് ഹ്യൂജ് ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ചാൻസാണ്. ശക്തമായ ഒരു കോൺക്രീറ്റ് ലെവലിലുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. നോക്കുക, 50 വി വരുമ്പോൾ നിങ്ങൾക്ക് 2 ഷെയർ ആണ്. ആ ഗ്രൂപ്പിൽ 2 പേര് എക്സ്ട്രാ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ആ 3 ഷെയർ ആയി. കണ്ടോ, അത് 4 പേര് 3 പേര് എക്സ്ട്രാ കൊണ്ടുവന്നാൽ 4 ഷെയർ ആയി. 4 പേരെ കൊണ്ടുവന്നാൽ 5 ഷെയർ ആയി. 100 പി ആകുമ്പോൾ നിങ്ങൾക്ക് 3 ഷെയർ ആണ്. അത് നിങ്ങൾ 2 പേര് ഒരാളെ കൊണ്ടുവന്നാല് എക്സ്ട്രാ കൊണ്ടുവന്നാല് ആ 3 ഷെയറിന് നിൽക്കുന്നത്. 2 പേരെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് 4 ഷെയർ ആയി. കണ്ടോ, അത് 3 പേരെ കൊണ്ടുവന്ന് 5 ഷെയർ ആയി. 4 പേരെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് 6 ഷെയർ ആയി. ഇതൊക്കെ ഇതിനകത്ത് ഏറ്റവും വലിയ വരുന്ന 100 ബിയിൽ വരുന്ന 100 ബിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റിയ ചാൻസ് കൂടിയാണ്. നേരത്തെ 300 ബിയും 500 ബിയും ആ ലെവലിൽ തന്നെ തുടരും. അത് നമുക്ക് മിഷൻ പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഇത് നമുക്ക് ഡയറക്ടർ വരെയുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ടീം ബിൽഡ് ചെയ്യാനും അവർക്ക് നല്ല വരുമാനം ലഭിക്കാനും. സ്റ്റേ ആക്റ്റീവ്, യൂസ് ഫസ്റ്റ്, ഏൺ സ്ട്രോങ്ങർ. ഉണ്ടോ, നമ്മൾ സ്റ്റേ ആക്റ്റീവായിട്ട് നിൽക്കുക. അതാണ് ആദ്യത്തെ കാര്യം. നല്ലൊരു ഏൺ ചെയ്യാൻ ഇതിനെ ഉപയോഗപ്പെടുത്തുക. ഗോൾ ടാർജറ്റ് നോക്കിയേ, 100 പി വി ആണ് നമ്മൾ ഏറ്റവും ടാർജറ്റ് ചെയ്യേണ്ടത്. നിലവിലുള്ള ആൾക്കാർക്ക് എല്ലാം 100 പി തന്നെ ചെയ്യണം. പുതിയ ആൾക്കാർക്ക് 20 പി 50 പി ചെയ്യാൻ അവർക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയത് മാത്രമേ ഉള്ളൂ. നിലവിലുള്ള ആൾക്കാരിൽ നിന്ന് 100 പി തന്നെ പഠിക്കണം. കാര്യം നിങ്ങൾക്ക് 4 ഷെയർ ലഭിക്കാൻ പോവാം.
അല്ല 3 ഷെയർ ലഭിക്കാൻ പോവാ. അപ്പൊ നിങ്ങളുടെ ഒരു 4 ടീം ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 6 ഷെയർ ലഭിക്കും എന്നുള്ള കാര്യം പുതിയ ആൾക്കാരെ പഠിപ്പിച്ചു കൊടുത്താല് അവർ ശക്തമായിട്ട് ബിസിനസ് ചെയ്യാനും അവർക്ക് എല്ലാവർക്കും നേരത്തെ പവർ ഓഫ് ഫോർ നമുക്കറിയായിരുന്നു. താഴെ വന്ന് എക്കും ബിക്കും സിക്കും ഡിക്കും വരുമാനം ഇല്ലായിരുന്നു. ആ കുറവ് എഴുത്ത് കളഞ്ഞു. ആ എക്കും ബിക്കും സിക്കും ഡിക്കും ഇവിടെ എല്ലാവർക്കും വരുമാനം കിട്ടുക ഉണ്ടോ. സെൽഫ് സസ്റ്റൈനിങ് ഹോം ഐഡിയ 15% ബോണസ് പ്ലസ് റോയൽറ്റി റിവാർഡ്സ് റിട്ടേൽ പ്രോഫിറ്റ് ക്യാൻ ഹെൽപ്പ് സപ്പോർട്ട് യുവർ ഹോം എക്സ്പെൻസ്. നമ്മുടെ ഹോം എക്സ്പെൻസ് മുഴുവൻ മീറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. എന്താ നമ്മുടെ വീടിന്റെ ആ എക്സ്പെൻഡിച്ചർ നമുക്ക് റവന്യൂ ആയിട്ട് ഇൻകം ആയിട്ട് മാറുകയാണ്. ഡയറക്ടർ ടാർജറ്റ് പടി തന്നെ 1200 PV. ഇവർ പാത്തിട്ട് ഡയറക്ടർ തന്നു. അപ്പൊ സംഭവിക്കണം നിങ്ങളുടെ താഴെ ഇങ്ങനത്തെ 4 ഗ്രൂപ്പ് വന്നാൽ പെട്ടെന്ന് ആ വ്യക്തി ഡയറക്ടറായിട്ട് മാറും. നിങ്ങളുടെ താഴെയുള്ള 4 ഗ്രൂപ്പിനും പെട്ടെന്ന് ശക്തമാക്കി നിങ്ങൾ ഇവിടുന്ന് ഫ്ലാറ്റിനോട്ട് മാറും. ഉണ്ടോ സ്പീഡ് കൂടി എന്റെ സാധ്യം മനസ്സിലായോ? നിങ്ങളുടെ താഴെ ഇതുപോലത്തെ 4 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പെട്ടെന്ന് ഡയറക്ടറായിട്ട് മാറും. നിങ്ങളുടെ ഗ്രൂപ്പിലെ 4 ഗ്രൂപ്പിനെ ഇതേപോലെ ഓരോരുത്തരുത്താല് അവരുടെ താഴത്തേക്ക് ഇതേ ടീം ഉണ്ടാക്കാൻ സഹായിച്ചു കൊടുത്താല് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ ശക്തമാക്കി എടുത്താല് നിങ്ങൾ പെട്ടെന്ന് ഏതായിട്ട് മാറും? ഫ്ലാറ്റിനോട്ട് മാറും. അതേപോലെ ഓരോ റാങ്കിലേക്ക് കയറാനും ഇത് സഹായിക്കുന്നുണ്ടാവും. മിക്സ് ഓൾ ഈസ് പ്രാക്ടിക്കൽ. ഇതെല്ലാം നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഗർഗർ ആസാദി എ സ്റ്റെപ്പ് ടുവേർഡ്സ് മേക്കിംഗ് എവരി ഭാരതവാസി ആസാദ്. എവരി ഹോം ഹാസ് ദ പൊട്ടൻഷ്യൽ. എല്ലാ വീട്ടിലും ഇതിന് സാധ്യതയുണ്ട്. എവരി എഫേർട്ട് കൗണ്ട്സ്. നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും കൗണ്ട് ചെയ്യപ്പെടും.